അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്ക് എന്ന് പറയുമ്പം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ബോണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റ് വൈസ് മാറ്റമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ലുക്കിൽ കുറച്ചൊരു മാറ്റമുണ്ട്. ആ ഒരു മാറ്റം എന്താണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പൊട്ടാറ്റോ ബോണ്ട മാവൊക്കെ മുക്കി പൊരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ മാവ് മുക്കി പൊരിക്കുന്നതിൻ്റെ കൂടെ ഒരു റോളിംഗ് കൂടെ കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പം ഈ ബോണ്ട മുക്കി പൊരിക്കാനായിട്ടുള്ളൊരു ബാറ്റർ, ഒരു മൈദൻ്റെ ബാറ്റർ റെഡിയാക്കുകയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മൈദയും അതുപോലെ കടലപ്പൊടിയും ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ മൈദ എന്നിവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ടൈറ്റ് ബാറ്റർ ആക്കി എടുക്കണം. അപ്പം ഇതിലേക്ക് ഈ ഒരു ബാറ്ററിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇഞ്ചിയുടെ പേസ്റ്റ് ഇടുമ്പോഴാണ്, അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിടുമ്പോഴാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചീൻ്റെ മാത്രം പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ പേസ്റ്റ് ഇടുന്നതിന് പകരം ഇഞ്ചിയൊക്കെ ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായി നുറുക്കിയിട്ടോ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോൻ്റെ ആ ഒരു മിക്സ് നമുക്ക് മുക്കിയെടുക്കുമ്പം ഒലിച്ചിറങ്ങി പോകാത്ത വിധത്തിലുള്ള കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു ബാറ്റർ തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഞാനിപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു ബാറ്ററും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഞാനിപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല, വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്നും കലക്കി വെക്കാം. ആദ്യം കുറച്ച് വെള്ളം ഇട്ടിട്ട് വേണം ഈ ഒരു ബാറ്റർ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം കൂടുതൽ ഒഴിച്ചു പോയാൽ എന്താ പറയുക, ലൂസായി പോകും. പിന്നെയും നമ്മൾ പൊടി കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ബാറ്റർ രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് കുറച്ച് വെളുത്ത എള്ളാണ്. അപ്പോൾ ഈ ഒരു പാർട്ടാണ് നമ്മൾ സാധാരണ ബോണ്ടയിൽ നിന്നും ഈ ഒരു ബോണ്ട ഒന്ന് വ്യത്യാസമാക്കുന്നത്. ഈ വെളുത്ത എള്ളിലേക്ക് ലാസ്റ്റ് ഒന്ന് റോൾ ചെയ്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് പൊട്ടാറ്റോൻ്റെ ഒരു മിക്സ് റെഡിയാക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു 4 പൊട്ടാറ്റോ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് അതിലേക്ക് 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. തൊലി കളഞ്ഞിട്ട് അങ്ങനെ വേവിച്ചെടുക്കുമ്പം നമുക്ക് പിന്നെ ആ ഒരു ചൂടിൽ തന്നെ തൊലി കളയണം എന്നുള്ള ആ ഒരു ടെൻഷനൊന്നുമില്ല, ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോ നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു സ്പെറ്റുല വെച്ചിട്ടോ ഉടച്ചെടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. 2-3 വെളുത്തുള്ളീൻ്റെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില, മല്ലിയില. പിന്നെ വേണ്ടത് ഞാനിപ്പോൾ എടുത്തത് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോണ്ടൻ്റെ മിക്സിൽ ഞാനിപ്പം പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മിക്സ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും കുറച്ച് കടുകും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഉലുവയും കടുകും അത്യാവശ്യം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊന്നും ഒരുപാട് അങ്ങ് റോസ്റ്റായി വഴന്ന് വരണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോട്ടാക്കി എടുത്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബാക്കി വന്ന പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ സ്പ്രിംഗ് ഒണിയൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പം വേറെ എന്നൊരു ടേസ്റ്റ് ആയിരിക്കും. പൊതുവേ നമ്മളെല്ലാ കറികളിലൊക്കെ ഇട്ട് കൊടുത്താലും നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. എന്താ ചെയ്യാന്ന് വെച്ചാൽ ചുവന്ന മുളക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സവാളക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ഞാൻ കുറച്ചിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി വഴന്ന് വന്ന ഈ കൂട്ടിലേക്ക് നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം നമുക്ക് കളറ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കാം.
ബോണ്ടയിലൊക്കെ മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. ഇപ്പം നമ്മുടെ മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ അല്ലേ, അപ്പം എന്തെങ്കിലും ഒരു ഗ്യാസ് ട്രബിളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഇപ്പം പൊട്ടാറ്റോൻ്റെ മിക്സ് ഞാനെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട്ടിലിട്ടിട്ട് മുക്കി പൊരിക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പം വൈറ്റിലാണ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഈ ഒരു പൊട്ടാറ്റോ മിക്സ് ഡിപ്പ് ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വെളുത്ത എള്ളുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കട്ട്ലെറ്റ് ഒക്കെ ചെയ്യുന്നില്ലേ, ഈ ഒരു മിക്സിലിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുന്നതിന് പകരം ഇതേപോലെ വെളുത്ത എള്ളിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു കോട്ടിങ്ങിൻ്റെ കൂടെ ഈ ഒരു വെളുത്ത എള്ള് എല്ലാത്തിലും അങ്ങ് പിടിച്ചോളും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായി വന്ന എണ്ണയിലിട്ടിട്ട് സാധാരണ നമ്മൾ ബോണ്ട പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കയ്യിലുകൊണ്ട് ഇളക്കാൻ നിൽക്കണ്ട, ഈ എള്ളൊക്കെ അങ്ങ് പുറത്തേക്ക് പോയി പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അടിഭാഗമൊക്കെ ഒന്ന് ആറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി പൊരിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് മുങ്ങുന്ന കണക്കിന് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കണക്കിന് തന്നെ ഓയിൽ ഇട്ട് കൊടുക്കണം, എന്നിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ ഇതൊന്നും കുറേ സമയം എണ്ണയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി വെന്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിലുള്ളത്. പൊട്ടാറ്റോവും വെന്തതാണ്, പിന്നെ സവാളയും ഒക്കെ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഉൾഭാഗം വേവണം എന്നുള്ള ആ ഒരു സമയത്തിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പം ഞാനിതിപ്പം ആ ഒരു കടലമാവ് ഇട്ടിട്ടുള്ള ആ ഒരു മിക്സിലാണ്, നമ്മൾ സാധാരണ ബോണ്ടൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. സാധാ ബോണ്ട തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. നന്നായി പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ കൂട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളിട്ട് റോൾ ചെയ്തിട്ട് അങ്ങനെയും പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് വേറെ തന്നെ ഒരു വൈറ്റ് മിക്സ് ഉണ്ടാക്കിയത്. അപ്പം നല്ല ടേസ്റ്റിയാണ്. സാധാരണ ബോണ്ടയാണ്, എന്നാലും ആ ഒരു വെളുത്ത എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും ഒരേ സൈസിൽ ഉണ്ടാക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കണമല്ലോ. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. Until keep watching my one's kitchen. Take care and bye. Thank you.